ഹലോ, അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് എല്ലാവരും വർത്തമാനങ്ങളൊക്കെ? സുഖം തന്നെയല്ലേ? അപ്പോൾ ഇവിടെ കുഴപ്പമൊന്നുമില്ല കേട്ടോ, അങ്ങനെ പോകണം. അപ്പം ഇന്ന് ഞാൻ ഓരോ പണികൾ ഞാൻ പറഞ്ഞല്ലോ ചെയ്യണം. അപ്പം ഇന്ന് ഇവിടുത്തെ ഈ ഫാനും ഈ വാതിലിൻ്റെ ഇതിൻ്റെ ലൈറ്റിൻ്റെ ഇടയിൽ കൂടെ ഒക്കെ തുടക്കുന്നു കേട്ടോ. നിറച്ച് പൊടിയാണ്. പിന്നെ ഇതാ വാതിലും അതേപോലത്തെ ഒരു വാതിൽ, ഇതേപോലെ ഇടയിൽ കൂടെ ഒക്കെ അങ്ങനെ ചളി ഇരിക്കണം. ഒരു കൊത്തുപണിയല്ലേ, അപ്പോൾ അതിൽ കൂടെ ഒക്കെ ചളി ഇങ്ങനെ ഇരിക്കില്ല. അപ്പോൾ നമ്മളതൊക്കെ ഇങ്ങനെ തുടക്കുക കേട്ടോ. സോപ്പും പൊടി ഈ വറ്റിക്കണം, നിലം തുറക്കുന്നത് വറ്റിച്ചിട്ട് അതുകൊണ്ടാണ് തുടക്കുക. അപ്പോൾ നമ്മൾ ഇവിടുത്തെ ഇങ്ങനെ എകരത്തൊക്കെയാണ് കഴിഞ്ഞാൽ പിന്നെ ഈ സാധനം ഇതാ വെച്ച് ഈ ഫാനും കൂടി തുടച്ചാൽ പണി നിർത്തുക. പിന്നെ ചോറും കൂട്ടാനും വെക്കണ്ടേ. അപ്പോൾ കുട്ടികളൊക്കെ വരുമ്പോഴത്തേന് ചോറ് വെക്കണം. ആരും ഇല്ലെങ്കിൽ പിന്നെ അതിൽ നിൽക്കുക. പിന്നെ കാക്കൊക്കെ പണി മാറ്റി വരുമ്പോഴത്തേന് ചോറൊക്കെ വെക്കണം. ചായയും കടിയും കുടിച്ചു, പാത്രവും കഴുകി വെച്ചു. പിന്നെ ഇനിയിപ്പോൾ അതും എന്നാൽ തുടക്കാൻ നോക്കുമ്പോൾ ഇങ്ങനെ ഓരോന്നാണ് കഴിക്കുക. അപ്പോൾ മറ്റേ ഒന്നിച്ചിട്ട് ആദ്യമൊക്കെ ചെയ്തിരുന്നപ്പോൾ അങ്ങനെ വെക്കണില്ല. അപ്പോൾ നിങ്ങളും എല്ലാവരും ഇങ്ങനെ ചെയ്ത് നോക്കിട്ടോ. ഓരോന്ന് ചെയ്തോളൂ. ഇനിയിപ്പോൾ ഒരു മാസത്തോളം ഉള്ളൂ. അപ്പം ഇങ്ങനെ ഇതിന് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അങ്ങനെ തുടച്ച് പോരാൻ പറ്റില്ല. കേട്ടോ, ഇതിൻ്റെ ഇടയിൽ കൂടെ ഒക്കെ ഇങ്ങനെ പൊടിയുണ്ട്. അപ്പോൾ ആ പൊടിയൊക്കെ തുടച്ചെടുക്കണം. അങ്ങനെ ഫ്രഷോ ഇരിക്കട്ടെ. അപ്പോൾ ഞാനിങ്ങനെ വെള്ളം നനച്ചിട്ട് ഇങ്ങനെ തുടക്കട്ടെ. കാറ്റിന് പൊടി ഇങ്ങനെ ആയിട്ട്. അപ്പം നിങ്ങളെല്ലാവരും ഇങ്ങനെ ചെയ്തോളൂ കേട്ടോ. നോമ്പും ഇതൊക്കെ അല്ലേ വരുന്നില്ല, നനച്ചുള്ളിയും ഒക്കെ. പണ്ട് കാലങ്ങളിലൊക്കെ നമ്മൾ ഇന്നിപ്പോൾ അങ്ങനെയൊന്നും, അന്നത്തെ കാലത്ത് സിമെൻറ്റ് ഇട്ടൊന്നുമല്ലല്ലോ. അപ്പോൾ ഇങ്ങനെ സിമ്മൊക്കെ കാട്ടുന്നതാണ് കേട്ടോ. കരി കൊണ്ട് ഇങ്ങനെ കറുത്ത കരിയിൽ എന്തോ പറയുന്നേ, കരിക്കട്ടൊക്കെ ഉണ്ടാക്കിയിട്ടോ ഇതൊക്കെ ഇങ്ങനെ കാട്ടുന്നതാണ് അമ്മയൊക്കെ നോമ്പൊക്കെ. അന്നത്തെ കാലത്ത് എല്ലായിടത്തൊന്നും ഇപ്പോൾ സിമെൻറ്റൊന്നും ഇല്ലല്ലോ. അപ്പോൾ ഉള്ളവർക്ക് ഇങ്ങനെ സിമെൻറ്റ് ഇട്ടൊക്കെ ഉണ്ട്, ഇല്ലാത്തവർ അങ്ങനെയൊക്കെ ചെയ്യും. അപ്പോൾ ഇന്ന പോലെ ഇപ്പൊക്കെ പിന്നെ എല്ലാവർക്കും തുടച്ചെടുത്താൽ മതിയില്ല. അന്നത്തെ കാലത്ത് പാവം അവരൊക്കെ എത്ര കഷ്ടപ്പെട്ടിരിക്കണം. നമുക്കിപ്പോൾ ഇതന്നെ ചെയ്യാൻ വയ്യ. അപ്പോൾ അള്ളാനോട് ഇതിനെ അൽഹംദുലില്ലാ സ്തുതി പറയുക. നമ്മളിങ്ങനെ ആയി കിട്ടിയില്ലേ. കടം വീടിയപ്പോൾ നമുക്ക് എന്തായാലും അന്നത്തെ കാലത്ത് ഒരു വഴിയില്ലല്ലോ. അന്ന് കാലത്തുള്ളവരൊക്കെ പാവം എത്ര കഷ്ടപ്പെട്ടിട്ടാണ് ജീവിച്ചതല്ലേ നമ്മളമ്മമാരും. പിന്നെ എന്താ പറയുക, എന്തെങ്കിലും ഉണ്ടായാൽ അപ്പോഴത്തേന് വെയ്യാണ്ടിയാവും. പിന്നെ ഓരോരുത്തരെ ഭാഗ്യം പോലെ ഇരിക്കും. അള്ളാഹു അവരൊക്കെ കബറിടം വിശാലമാക്കി കൊടുക്കട്ടെ. മരണപ്പെട്ടു പോയ എല്ലാവരെയും, പാടിന്മാടിയും കുടുംബങ്ങളെയും അയൽവാസികളെയും എല്ലാവരെയും കബറ് വിശാലമാക്കി കൊടുക്കട്ടെ അള്ളാഹു പഠിച്ചോനെ. അപ്പം ഞാനിത് തുടച്ച് കഴിഞ്ഞിട്ട് കാണിച്ചു തരട്ടെ. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ഇങ്ങനെ ചെയ്ത് നോക്കിട്ടോ. അതാട്ടോ അതിലൊക്കെ തുടച്ച് വൃത്തിയാക്കി വെച്ചു. ഇനിയിപ്പോൾ പൊടി ഇപ്പോൾ അതാ കുറച്ച് ദിവസം കഴിഞ്ഞാൽ എന്നാലും വേണ്ടില്ല, കുറേ നല്ല പൊടികളൊക്കെ ഉണ്ട് പോകില്ല. അപ്പോൾ അതൊക്കെ തുടച്ചിട്ടോ. ഇനിയിപ്പോൾ അടുത്ത പണി ഫാന് തുടച്ചു. പിന്നെ ഈ 2 തൂണില്ല, അപ്പോൾ അതും പിന്നെ കഴുകണം. പിന്നെ ആ ജനലിൻ്റെ സൈഡ് ഇനി തുടക്കാണ്ട് കേട്ടോ. ഇവിടുത്തെ പിന്നെ എന്താ പറയുക, ഫാനും ഇതൊക്കെ തുടച്ച് കഴിഞ്ഞു. അപ്പം മരക്കൂട് തുടച്ചു, ഇവിടെയൊക്കെ തുടച്ചു കേട്ടോ. ഇവിടെയൊക്കെ എടുത്ത് വെച്ചൊക്കെ ഒഴിവാക്കി ആദ്യമൊക്കെ ഒന്ന് വെച്ചൊക്കെ തുടക്കണ്ട ഒക്കെ തുടച്ച് വെച്ച്. അപ്പം നിങ്ങൾ ഇഷ്ടമാവുകയെന്ന് വെച്ചാൽ ഒന്ന് ലൈക്കും സബ്സ്ക്രൈബും കമൻറ്റൊക്കെ ചെയ്തിട്ടോ. അങ്ങനെ ഓരോരുത്തരും ഓരോ പണി ചെയ്തോളൂ, എന്നാൽ വേഗം കഴിയും നോമ്പാകുമ്പോഴത്തേന്. അപ്പം എനിക്ക് ഇനിയും പണിയൊക്കെ ഉണ്ട് കേട്ടോ. ഞാൻ ഓരോന്നോരോന്നും ഇങ്ങനെ ചെറുതായിട്ട് ചെയ്യാം. കാക്കണ്ട വെച്ചാൽ പകുതിയൊക്കെ ചെയ്യാൻ പോകും. കാക്ക പണിക്ക് പോയി വരുമ്പോൾ നട്ടിച്ച് പോകും.